നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലത്ത് ചന്ദനവേട്ട. 270 കിലോ ചന്ദനവുമായി പെരുമ്പാവൂർ സ്വദേശികളായ 2 പേർ വനം വകുപ്പിന്റെ പിടിയിൽ. തിരുവാഴിയോടെ സെക്ഷൻ പരിധിയിൽ നിന്നും കടത്തിയ ചന്ദനത്തടികളാണ് രഹസ്യ വിവരത്തെ തുടർന്ന് പിടികൂടിയത്. മണ്ണാർക്കാട് CVR ആശുപത്രി നിക്ഷേപ തട്ടിപ്പ്. പണം നഷ്ടമായവരിൽ മകളുടെ വിവാഹ ആവശ്യത്തിനായി നിക്ഷേപം നടത്തിയവരും. കുമരമ്പത്തൂർ സ്വദേശി വിൻസെന്റാണ് പണം നിക്ഷേപിച്ച തട്ടിപ്പിനിരയായത്. ഉടമയെ പലതവണ ബന്ധപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ലെന്നും വിൻസെന്റ്. മലയോര മേഖലയായ എടത്തനാട്ടുകരയിലേക്ക് കൂടുതൽ KSRTC ബസ്സുകൾ വേണമെന്ന ആവശ്യം ശക്തം. വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി. പാലക്കാട് ജില്ലാ അതിർത്തി കൂടിയായ എടത്തനാട്ടുകരക്കാർ അവശ്യ കാര്യങ്ങൾക്ക് പോലും നേരിടുന്നത് വലിയ യാത്രാക്ലേശം. വല്ലപ്പുഴയിൽ നിർധന കുടുംബങ്ങൾക്ക് വീടൊരുക്കാൻ മുന്നിട്ടിറങ്ങി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ചെറുകോട് കൂട്ടായ്മ 2 വീടുകൾ നിർമ്മിക്കും. വീടിന്റെ തറക്കല്ലിടൽ ഒറ്റപ്പാലം സബ് കളക്ടർ നിർവഹിച്ചു. വള്ളുവനാട് ഇനി ഉത്സവത്തിമിർപ്പിലേക്ക്. ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായുള്ള തോൽപ്പാവക്കൂത്തിന് ഞായറാഴ്ച തുടക്കമാകും. ശ്രീകൃഷ്ണപുരം, മണ്ണമ്പറ്റ, പുന്നാമ്പറമ്പ് പൂരം ഫെബ്രുവരി 2-ന്. ഉത്സവത്തിന് കൊടിയേറി. വിശദമായ വാർത്തകൾ നോക്കാം. 270 കിലോ ചന്ദനവുമായി പെരുമ്പാവൂർ സ്വദേശികളായ 2 പേർ ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ചിന്റെ പിടിയിൽ. അല്ലപ്ര സ്വദേശികളായ 36-കാരനായ നിസാർ, പിതാവ് 59-കാരനായ മുഹമ്മദ് കുഞ്ഞ് എന്നിവരാണ് പിടിയിലായത്. തിരുവാഴിയോട് സെക്ഷൻ പരിധിയിൽ നിന്നും 270 കിലോ ചന്ദനത്തടികൾ കടത്തുന്നു എന്ന രഹസ്യവിവരം തിരുവനന്തപുരം ഫോറസ്റ്റ് ഇന്റലിജൻസ് സെല്ലിന് ലഭിക്കുകയും ഈ വിവരം തൃശൂർ ഫ്ലൈയിംഗ് സ്ക്വാഡിന് കൈമാറുകയുമായിരുന്നു. അകമലയിൽ സ്ക്വാഡ് നടത്തിയ വാഹന പരിശോധനയിൽ പിക്കപ്പ് വാനിൽ കടത്തുകയായിരുന്ന ചന്ദനത്തടികൾ പിടികൂടുകയായിരുന്നു. ചന്ദനം കടത്തിയ പെരുമ്പാവൂർ നിസാറിനെയും പിതാവ് മുഹമ്മദ് കുഞ്ഞിനെയും പിടികൂടി ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ചിന് കൈമാറുകയായിരുന്നു. 61 കഷ്ണങ്ങളാക്കിയായിരുന്നു ചന്ദനത്തടികൾ കടത്താൻ ശ്രമിച്ചത്. പിടികൂടിയ ചന്ദനത്തിന് 2 ലക്ഷത്തോളം രൂപ വില വരുമെന്ന് അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്ന് അധികൃതർ അറിയിച്ചു. പ്രതികളെ ഒറ്റപ്പാലം കോടതിയിൽ ഹാജരാക്കി. മണ്ണാർക്കാട് CVR ആശുപത്രിയിൽ നിക്ഷേപം നടത്തി പണം നഷ്ടമായവരിൽ മകളുടെ വിവാഹത്തിന് പണം കരുതിവെച്ചവരും. കുമരമ്പത്തൂർ കുളപ്പാടത്തെ വിൻസെന്റ് മകളുടെ വിവാഹത്തിന് കരുതിവെച്ച പണമാണ് CVR ആശുപത്രിയിൽ നിക്ഷേപിച്ചത്. മകളുടെ വിവാഹ സമയത്ത് പണം മടക്കി നൽകാമെന്ന ഉറപ്പിലായിരുന്നു നിക്ഷേപം നടത്തിയത്. കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ വരുമാനത്തിൽ നിന്ന് മിച്ചം പിടിച്ച് മകളുടെ വിവാഹത്തിനായി കരുതിവെച്ച പണമാണ് CVRന്റെ ഏജന്റുമാർ നൽകിയ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് നിക്ഷേപിച്ചത്. വീട്ടിലുള്ളവർക്ക് 1 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സയും എല്ലാ മാസവും 1000 രൂപയും ഇൻഷുറൻസ് പരിരക്ഷയുമാണ് വിൻസെന്റിന് നൽകിയിരുന്നത്. മകളുടെ വിവാഹ സമയത്ത് പണം പിൻവലിക്കാമെന്നും ഉറപ്പ് നൽകിയിരുന്നു. ആദ്യ 2 മാസം 1000 രൂപ വീതം ലഭിച്ചു. പിന്നീട് ലഭിക്കാതെയായി. ആശുപത്രിയിൽ അന്വേഷിച്ചു ചെന്നപ്പോൾ ഉടൻ ശരിയാകുമെന്ന് അറിയിച്ച് മടക്കി അയച്ചു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആശുപത്രി പ്രവർത്തിക്കുന്നില്ലെന്ന് ബോധ്യമായി. മാനേജറുടെ വീട്ടിൽ പോയി കണ്ടപ്പോൾ ഉടമ ഒന്നും പറയുന്നില്ലെന്നായിരുന്നു മറുപടി. മകളുടെ കല്യാണത്തിന് കരുതിയ പണം നിക്ഷേപം നടത്തി കടക്കാരനായെന്നും താൻ മുഖേന സഹോദരനെയും സുഹൃത്തുക്കളെയും നിക്ഷേപക്കാരാക്കിയെന്നും വിൻസെന്റ് പറഞ്ഞു. ഏജന്റ് വന്നിട്ട് നമ്മളെ സമീപിച്ചു. നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, വീട് ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട് വീട്ടിലുള്ള എല്ലാവർക്കും. അപ്പോൾ നമ്മളവരുടെ പ്രേരണയിൽ വിട്ടുപോയി. അപ്പോൾ 1,02,000 രൂപ ഞാൻ പൈസ അടച്ചു. അപ്പം നമുക്ക് വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്കെല്ലാം ചികിത്സ ഫ്രീ. 1 ലക്ഷം രൂപ വരെ ചികിത്സ ഫ്രീ ആണ്. പിന്നെ കുടുംബാംഗങ്ങൾക്കെല്ലാം ഇൻഷുറൻസ് ഫ്രീ ഉണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചേർന്നത്. പിന്നെ മാസാമാസം 1000 രൂപ ഇതിൻ്റെ ഒന്നിച്ച് പൈസ അടയ്ക്കുവാണെങ്കിൽ മാസം 1000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വീഴുന്നു. ഇങ്ങനെ കൊടുത്താണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു, എനിക്കുന്ന ആ പൈസ തിരിച്ച് തരുമോ, എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നു അവരോട് പൈസ തിരിച്ച് തരാമെന്ന് എന്നൊരു കാര്യത്തിൽ എൻ്റെ മോളുടെ കല്യാണക്കത്തൊക്കെ കാണിച്ചു. നുണയല്ല പറയുന്നത്, സത്യം തന്നെയായിരുന്നു. അതിൽ അവർ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം വേറെ നാളെ കൊണ്ട് ഞാൻ പൈസ തരാമെന്ന്. ഞാൻ തന്നെ വിട്ടുപോയി. അതുമല്ല, ഞാൻ എൻ്റെ ജ്യേഷ്ഠന് അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾ ഒരു 3-4 പേര് എല്ലാവരും ഞങ്ങളൊന്നിച്ച് ചേർന്നു. അപ്പം ഇനി ഞാനവിടെ പോയി പെടുത്തണ്ടെന്ന് ഓർത്തുകൊണ്ട് ഞാൻ പിന്നെ എടുത്തില്ല. മകൾക്ക് ജോലി നൽകാമെന്ന വാഗ്ദാനമാണ് വിൻസെന്റിന്റെ സുഹൃത്ത് ബിജുവിനെ നിക്ഷേപക്കെണിയിൽ വീഴ്ത്തിയത്.
നഴ്സിംഗ് പഠനം കഴിഞ്ഞ മകൾക്ക് വീടിനടുത്തെ ആശുപത്രിയിൽ ജോലി ലഭിക്കുമെന്ന് കരുതിയാണ് പണം നിക്ഷേപിച്ചത്. വീട്ടിലുള്ളവർക്ക് 1 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സയും ഇൻഷുറൻസ് പരിരക്ഷയും ബിജുവിന് വാഗ്ദാനം ചെയ്തിരുന്നു. എല്ലാ മാസവും 1000 രൂപ വീതം ലഭിക്കുമെന്ന വാഗ്ദാനവും പാലിച്ചില്ല. പണത്തിനായി പലതവണ മാനേജറെയും ഉടമയെയും ബന്ധപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല. പണം നഷ്ടമായ സാഹചര്യത്തിൽ പോലീസിൽ പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ബിജു. ജോലി അവർക്ക് ജോലി കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ മകൾക്ക് PSC തയ്യാറായി നിൽക്കുന്ന സമയത്തായിരുന്നു. അപ്പോൾ അതിന് ജോലി കിട്ടും എന്നുള്ള ലെവലിലാണ് ഞാൻ പേഷ്യൻ്റായിരുന്നുള്ള കടിപിടിയൊക്കെ കൊടുത്താണ്. അതുകൊണ്ട് ഇതിനായിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് ലാഭവിഹിതം 2 കൊല്ലം കഴിയുമ്പോൾ തരും ഇതൊക്കെ പറഞ്ഞു. ഇതൊക്കെ നമുക്കൊരു ആനുകൂല്യം ഇതുവരെ അത് തന്നിട്ടില്ല. ആശുപത്രി സംബന്ധമായിട്ട് ആദ്യമൊക്കെ നല്ല രീതിയിൽ നടത്തി കുറച്ച് ഒരു 1.5 വർഷമായപ്പോഴേക്ക് പൊളിയാൻ തുടങ്ങി. ഡോക്ടർമാരില്ല, പല കാരണങ്ങൾ കൊണ്ട് ഡോക്ടർമാരൊക്കെ പോയി അങ്ങനെ തുടങ്ങി. ഒക്കെ പൈസയും കിട്ടിയില്ല, ആനുകൂല്യം കിട്ടിയില്ല, ജോലിയും കിട്ടിയില്ല. ഇത് ബിജുവിൻ്റെയും വിൻസെന്റിൻ്റെയും മാത്രം കഥയല്ല. CVRലെ നിക്ഷേപകരിൽ സാധാരണക്കാരായവരുടെ പ്രതിനിധികളാണ് ഇവർ. ഇത്തരത്തിൽ 100 കണക്കിന് പേരാണ് പണം നഷ്ടമായി വഴിയാധാരമായത്. മലയോര മേഖലയായ എടത്തനാട്ടുകരയിലേക്ക് കൂടുതൽ KSRTC ബസ് സർവീസ് വേണമെന്ന ആവശ്യം വകുപ്പ് മന്ത്രിതലത്തിലേക്ക് എത്തിച്ച പൊതുപ്രവർത്തകനായ അമീൻ മഠത്തൊടി. പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, നിലമ്പൂർ എന്നിവിടങ്ങളിലേക്ക് പുതിയ സർവീസുകൾ വേണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. മലപ്പുറം ജില്ലയോട് അതിർത്തി പങ്കിടുന്ന മലയോര പ്രദേശമാണ് എടത്തനാട്ടുകര. ഏകദേശം 35,000-ന് മുകളിലാണ് ഇവിടുത്തെ ജനസംഖ്യ. പ്രദേശത്തു നിന്ന് ആവശ്യകാര്യങ്ങൾക്കായി സമീപിക്കേണ്ട പെരിന്തൽമണ്ണയിലേക്ക് 25 കിലോമീറ്ററും, മലപ്പുറത്തേക്ക് 50-ഉം, കോഴിക്കോട്ടേക്ക് 90-ഉം, പാലക്കാട്ടേക്ക് 60-ഉം, നിലമ്പൂരിലേക്ക് 48 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ ഭാഗങ്ങളിലേക്ക് KSRTCയുടെ ഒരു സർവീസ് പോലുമില്ല. നിലവിൽ സ്വകാര്യ ബസ് സർവീസുകളുണ്ടെങ്കിലും ഇത് ദീർഘ ഇടവേളകളിലാണെന്നും യാത്രക്കാർ പറയുന്നു. ഉപ്പുകുളത്തു നിന്നും രാവിലെ പാലക്കാട്ടേക്ക് ഒരു സർവീസും മണ്ണാർക്കാട് നിന്നും എടത്തനാട്ടുകരയിലേക്ക് നാമമാത്ര സർവീസും മാത്രമാണ് KSRTCക്കുള്ളൂ. ജില്ലാ ആസ്ഥാനമായ പാലക്കാട്ടേക്ക് വിവിധ ആവശ്യങ്ങൾക്കായി എടത്തനാട്ടുകരക്കാർക്ക് പോകണമെങ്കിൽ അലനല്ലൂരിലോ മണ്ണാർക്കാടോ എത്തി മറ്റ് ബസ് കയറണം. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലേക്ക് പോകണമെങ്കിലും സമാനമായ സ്ഥിതിയാണ്. വിദ്യാഭ്യാസം, ജോലി, ആശുപത്രി, മറ്റ് ആവശ്യങ്ങൾക്കായി പെരിന്തൽമണ്ണ, മലപ്പുറം, മഞ്ചേരി തുടങ്ങിയ പട്ടണങ്ങളെ ആശ്രയിക്കുന്നവർ നിരവധിയാണ്. കാർഷിക മേഖലയായതുകൊണ്ട് കാർഷികോൽപ്പന്നങ്ങൾ പട്ടണങ്ങളിലേക്ക് വിൽപ്പനയ്ക്കായി എത്തിക്കുന്ന നിരവധി കർഷകരും എടത്തനാട്ടുകരയുടെ ഗ്രാമാന്തരങ്ങളിലുണ്ട്. ഈ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ അമീൻ മഠത്തൊടി ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി. ദീർഘദൂര സർവീസുകൾ വളരെ കുറവാണ്. നിലവിൽ സ്വകാര്യ ബസ്സുകൾ ഉണ്ടെങ്കിലും അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള സമയത്ത് അല്ലാത്ത കാരണത്താലും സർവീസുകൾ വളരെ വിരലിലെണ്ണാവുന്ന രീതിയിലുള്ള സ്വകാര്യ സർവീസുകളായതുകൊണ്ടും ജനങ്ങൾക്ക് കൂടുതൽ KSRTC സർവീസുകൾ വരുന്നതിനനുസരിച്ച് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആധുനിക രീതിയിൽ നവീകരിച്ച റോഡുകളാണ് എടത്തനാട്ടുകരയിലേക്ക് ഉള്ളത്. എടത്തനാട്ടുകരയിൽ നിന്നും പെരിന്തൽമണ്ണ വഴി മലപ്പുറത്തേക്കും, മഞ്ചേരി വഴി കോഴിക്കോട്ടേക്കും, മണ്ണാർക്കാട് വഴി പാലക്കാട്ടേക്കും, മേലാറ്റൂർ, കരുവാരക്കുണ്ട് വഴി നിലമ്പൂരിലേക്കും പുതിയ KSRTC ബസ്സുകൾ അനുവദിച്ചാൽ എടത്തനാട്ടുകരക്കാർക്ക് ദീർഘദൂര യാത്രയ്ക്ക് ഏറെ ഗുണപ്രദമാകും. വല്ലപ്പുഴ ചെറുകോട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 2 നിർധന കുടുംബങ്ങൾക്ക് വീടൊരുങ്ങുന്നു. വീടിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് നിർവഹിച്ചു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചതാണ് ചെറുകോട് കൂട്ടായ്മ. 1-ാം വാർഡിൽ പുലമുഖം തൊടി ഇബ്രാഹിം, ചോലയിൽ ശിവൻ എന്നിവരുടെ കുടുംബങ്ങൾക്കാണ് കൂട്ടായ്മ വീട് നിർമ്മിച്ചു നൽകുന്നത്. 2 ഭവനങ്ങളുടെയും തറക്കല്ലിടൽ ചടങ്ങ് ശനിയാഴ്ച രാവിലെ ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് നിർവഹിച്ചു. എല്ലാവരുടെയും സമ്മതത്തോടെ അപ്പോൾ മൊത്തത്തിൽ എല്ലാവർക്കും അറിയാലോ. പിന്നെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണില്ല, തറക്കല്ലിടുകയാണ്. കുഞ്ഞാണിയും അതുപോലെ തന്നെ സബ് കളക്ടറും കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഒരു സോഷ്യൽ വർക്ക് എന്ന രീതിയിലാണ് ഈ ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. 2 കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതിന് എല്ലാ അനുമോദനങ്ങളും എല്ലാ സപ്പോർട്ടും ഞാനിവിടെ പറയുന്നു. അതുപോലെ ഈ ഒരു സംരംഭത്തിൽ എല്ലാവരും സഹായിക്കണം എന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സുദിനത്തിൽ ഈ ഒരു പരിപാടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായി. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK ബാബു, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV ആയിഷത്തു സുഫൈന,
മെമ്പർമാരായ പറക്കാടൻ റഫീഖ്, ഹരിഗോവിന്ദൻ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും നെസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറിയുമായ കെ അബ്ദുറഹ്മാൻ, പ്രസിഡന്റ് ടി യൂസഫ്, പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കല്ലിങ്ങൽ ഹംസ, പൊതുപ്രവർത്തകരായ യമുന ദേവി, ടി ഉണ്ണി, രാമകൃഷ്ണൻ, കെ വി നാസർ, നൌഷാദ് കുറുവട്ടൂർ, സുബൈർ കെ ടി, നൌഷാദ് പി പി, ഹംസ സി കെ, മുഹമ്മദ് അലി സി കെ, ബഷീർ പി കെ, യഹിയ പി സി, നൌഷാദ് അലി കെ പി, അലി സി ടി, കൂട്ടായ്മ കൺവീനർ വി എം ഇസ്മായിൽ എന്നിവരും പ്രദേശവാസികളും ചടങ്ങിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പഞ്ചായത്തിലെ കുളപ്പാടത്തെയും ചങ്ങലേരിയെയും ബന്ധിപ്പിച്ച് കുളപ്പാടത്ത് പാലം നിർമ്മിക്കണമെന്ന് കുമരമ്പത്തൂർ പഞ്ചായത്ത് വികസന സെമിനാറിൽ നിർദ്ദേശം. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡനാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചത്. നിലവിൽ കുമരമ്പത്തൂർ പഞ്ചായത്തിനെയും മണ്ണാർക്കാട് നഗരസഭയെയും ബന്ധിപ്പിക്കുന്നതിന് മാസപ്പറമ്പിൽ പാലം നിർമ്മിക്കാൻ സർക്കാർ ബജറ്റിൽ 1 കോടി രൂപ വകയിരുത്തിയിരുന്നു. ഗ്രീൻഫീൽഡ് ഹൈവേ കടന്നുപോകുന്നത് നിർദ്ദിഷ്ട മാസപ്പറമ്പ് പാലത്തിന് മേൽഭാഗത്തുകൂടിയാണ്. ഈ സാഹചര്യത്തിൽ മാസപ്പറമ്പിൽ പാലം ആവശ്യമില്ലെന്നും ഇതിനായി അനുവദിച്ച തുക ഉപയോഗിച്ച് കുളപ്പാടം ചങ്ങലേരി പാലം നിർമ്മിക്കണമെന്ന നിർദ്ദേശം കരഘോഷത്തോടെയാണ് സെമിനാറിൽ പങ്കെടുത്തവർ സ്വീകരിച്ചത്. ഇക്കാര്യം MLAയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും കുളപ്പാടം ചങ്ങലേരി പാലം യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താനും വികസന സെമിനാർ നിർദ്ദേശിച്ചു. കുന്തിപ്പുഴ പാലത്തിൽ ഒരു പാലം മാത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ കോഴിക്കോട് തൃശ്ശൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കോടതി പഠിക്കുന്ന അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. അതിലെനിക്ക് പറയാനുള്ളത്, നിങ്ങളെ സമ്മതത്തോടു കൂടി ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് മാസപ്പറമ്പിൽ നിന്നും കുമരമ്പത്തൂർ പഞ്ചായത്തിലേക്ക്, തെങ്കര കുമരമ്പത്തൂർ പഞ്ചായത്തിനെ കോർത്തിറക്കിക്കൊണ്ടുള്ള ഒരു പാലം മണ്ണാർക്കാട് MLAയുടെ നേതൃത്വത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ച് കഴിഞ്ഞ ബജറ്റിൽ ഉൾപ്പെടുത്തി നമുക്ക് പാസ്സായിട്ടുള്ളതാണ്. അതിന് 1 കോടി രൂപ ഗവൺമെന്റ് അനുവദിച്ചു. ആ 1 കോടി രൂപയിൽ നമ്മൾ അതിന്റെ ഫയലിങ്ങും അതുപോലെ തന്നെ അതിന്റെ സർവേക്കല്ലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ബാലൻസ് എമൗണ്ട് അവിടെ ഉണ്ട്. ഇടവേള. വാർത്തകൾ തുടരുന്നു. പ്രസിദ്ധമായ ഒറ്റപ്പാലം പാലപ്പുറം ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായുള്ള തോൽപ്പാവക്കൂത്തിന് ഞായറാഴ്ച തുടക്കമാകും. കുടിയേറ്റം വരെയുള്ള 17 ദിനങ്ങളിൽ കൂത്തുമാടത്തിൽ തോൽപ്പാവക്കൂത്ത് അരങ്ങേറും. ഉറങ്ങാത്ത കൂത്തുമാടത്തിന്റെ ദിനങ്ങളാണ് ഞായറാഴ്ച മുതലുള്ള 17 ദിനങ്ങൾ. ചിനക്കത്തൂർ പൂരത്തിനോടനുബന്ധിച്ചുള്ള തോൽപ്പാവക്കൂത്തിന് ഞായറാഴ്ച മുതൽ തുടക്കമാകും. ഉത്സവ കൊടിയേറ്റം നടക്കുന്ന ഫെബ്രുവരി 13 വരെയാണ് കാവിൽ തോൽപ്പാവക്കൂത്ത് അരങ്ങേറുക. ദേവസ്വം കൂത്തോടെയാണ് തോൽപ്പാവക്കൂത്തിന് തുടക്കം കുറിക്കുന്നത്. പിന്നീടുള്ള 7 ദിവസങ്ങളിൽ 7 ദേശകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൂത്തുകൾ അരങ്ങേറും. അതിനുശേഷം വഴിപാട് കൂത്തുകളാണ് നടക്കുക. 1992 മുതൽ കൂത്തുമാടത്തിന്റെ ഉത്തരവാദിത്തമുള്ള പാലപ്പുറത്തെ തോൽപ്പാവക്കൂത്ത് ആചാര്യൻ സദാനന്ദ പുലവർ തന്നെയാണ് ഈ വർഷവും തോൽപ്പാവക്കൂത്തിന് നേതൃത്വം നൽകുന്നത്. ജനുവരി 28-ാം തീയതിയാണ് തുടങ്ങുന്നത്. ഇത് ചിനക്കത്തൂരിൽ 32ാമത്തെ വർഷമാണ് എൻ്റെ നേതൃത്വത്തിൽ കൂത്ത് അരങ്ങേറാൻ പോകുന്നത്. ഈ ചിനക്കത്തൂരിൽ കൂത്ത് 17 ദിവസമാണ്. അതായത് ഈ തോൽപ്പാവക്കൂത്തിലെ കമ്പരാമായണത്തിലെ സേതുബന്ധനം മുതൽ പട്ടാഭിഷേകം വരെയുള്ള കഥയാണ് 17 ദിവസമായിട്ട് ചിനക്കത്തൂരിൽ നടത്തുക. രാത്രി 10 മണിക്ക് ശേഷമാണ് മാടം കൊട്ടി കയറുക. പുലർച്ചെ 4 മണി വരെ ചിനക്കത്തൂരിൽ കൂത്തുണ്ടാവും. ഒരു ചിനക്കത്തൂർ കൂത്തിൻ്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ പഴയ രീതിക്കുള്ള സാമ്പ്രദായിക കൂത്ത് നടക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ചിനക്കത്തൂർ കാവല്. കമ്പരാമായണത്തിലെ സേതുബന്ധനം മുതൽ ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള ഭാഗങ്ങളാണ് തോൽപ്പാവക്കൂത്തിൽ അവതരിപ്പിക്കുന്നത്. ആചാരം തെറ്റിക്കാതെ ഇപ്പോഴും മാൻതോൽ ഉപയോഗിച്ച് നിർമ്മിച്ച പാവകളെ ഉപയോഗിച്ചാണ് കൂത്ത് അവതരിപ്പിക്കുന്നത്. ചെണ്ട, കുറുങ്കുഴൽ, ഇഴുപ്പറ, ഇലത്താളം, മദ്ദളം എന്നിങ്ങനെ വാദ്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. രാത്രി 10 മണി മുതൽ പുലർച്ചെ 4 വരെ കൂത്ത് നീണ്ടു നിൽക്കും. 80ഓളം പാവകൾ 17 ദിവസങ്ങൾക്കുള്ളിൽ അരങ്ങിലെത്തും. ഫെബ്രുവരി 22-നാണ് പൂരത്തിന് മുന്നോടിയായുള്ള താലപ്പൊലി. 23-ന് കുമ്മാട്ടിയും പിന്നിട്ടാൽ 24-നാണ് പ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരം. മലബാർ ന്യൂസ്, ഒറ്റപ്പാലം. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പുന്നാമ്പറമ്പ് നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിന് കൊടിയേറി. ഫെബ്രുവരി 1-ന് കാളവേലയും 2-ന് പൂരവും ആഘോഷിക്കും.
ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറെ നെടുമ്പള്ളി മനയ്ക്കൽ വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ഈ കാട്ടുമനയ്ക്കൽ നാരായണ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ വെള്ളിയാഴ്ച രാത്രി 8 മണിക്കാണ് ഉത്സവ കൊടിയേറ്റം നടന്നത്. കൊടിയേറ്റത്തിനു മുമ്പ് തായമ്പകയും ശേഷം നൃത്തനൃത്യങ്ങളും നടന്നു. ഫെബ്രുവരി 2-നാണ് 24 ആനകൾ അണിനിരക്കുന്ന പൂരം. എല്ലാ ദിവസവും ആറാട്ട്, കളമ്പാട്ട്, തോൽപ്പാവക്കൂത്ത്, പ്രസാദമൂട്ട്, കലാപരിപാടികൾ എന്നിവ നടക്കും. 27-ന് നൃത്തനൃത്യങ്ങൾ, 28-ന് പഞ്ചാരിമേളം, ശരൺ അപ്പു നയിക്കുന്ന നാദബ്രഹ്മ മ്യൂസിക്കൽ ബാൻഡ്, 29-ന് നൃത്തസന്ധ്യ, 30-ന് നൃത്തനൃത്യങ്ങൾ, 31-ന് സദനം ജിതിനും സദനം അനിലും അവതരിപ്പിക്കുന്ന ഇരട്ടത്തായമ്പക, തുടർന്ന് ഫെബ്രുവരി 1-ന് നൃത്തനൃത്യങ്ങൾ, രാത്രി കാളവേല, കാളക്കളി എന്നിവ ഉണ്ടാകും. 2-ന് പൂരം ദിവസം 4 മണിയോടെ ക്ഷേത്രത്തിൽ വേലകളെത്തും. രാത്രി മെഗാ ഷോയും അരങ്ങേറും. തമ്പോല, നാസിക് ഡോൾ, DJ തുടങ്ങിയവയ്ക്ക് പോലീസ് നിരോധനം ഏർപ്പെടുത്തിയതായും ക്ഷേത്രം കമ്മിറ്റിക്കാർ അറിയിച്ചു. 1978-84 കാലയളവിൽ MES കല്ലടി കോളേജിൽ പഠിച്ച KSU പ്രവർത്തകരുടെ സംഗമം സംഘടിപ്പിച്ചു. KSU സ്മൃതി സൗഹൃദം എന്ന പേരിലാണ് സംഗമം സംഘടിപ്പിച്ചത്. മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് ഹാളിൽ സംഘടിപ്പിച്ച സ്മൃതി സൗഹൃദം DCC പ്രസിഡന്റ് A. തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. 1978-84 കാലയളവിൽ പാലക്കാട് ജില്ലയിലെ ഒട്ടുമിക്ക കോളേജുകളിലും സ്കൂളുകളിലും KSUവിന് ആധിപത്യം സ്ഥാപിക്കാനായെന്ന് ഉദ്ഘാടനം നിർവഹിച്ച A. തങ്കപ്പൻ പറഞ്ഞു. നമ്മളെപ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ അന്നത്തെ ബാച്ച് എന്ന് പറയും, KSU ബാച്ച് പറയാറില്ല. ഇല്ലെങ്കിൽ 81-82 ബാച്ച്, അല്ലെങ്കിൽ 81 തൊട്ടിട്ട് 84 വരെ ബാച്ച്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ അന്നത്തെ പഠിച്ച ആളുകളുടെ ബാച്ച്. പക്ഷെ KSUവിൻ്റെ ബാച്ച് ആയിട്ട് കൂടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ആദ്യമായിട്ട്. പക്ഷെ അത് ഇന്ന് നിങ്ങളുടെ മനസ്സിൽ PR സുരേഷ്, അസീസ് ഭീമനാട്, സക്കീർ തയ്യിൽ, PP ഏനു എന്നിവർ പ്രസംഗിച്ചു. തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ കച്ചേരിപ്പറമ്പിൽ കാട്ടുതീ പ്രതിരോധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് അംഗം റഷീദ പുളിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. കച്ചേരിപ്പറമ്പ് വായനശാലയിൽ നടന്ന ക്ലാസ്സിന് തിരുവിഴാംകുന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ K. സുനിൽകുമാർ നേതൃത്വം നൽകി. നമ്മുടെ തൊട്ടടുത്ത് സൈലന്റ് വാലി ഉൾക്കാട്ടിൽ നിന്നാണ് കുന്തിപ്പുഴ ഉത്ഭവിക്കുന്നത്. ആ കുന്തിപ്പുഴയുടെ വെള്ളം കാലങ്ങളോളം നമുക്ക് കിട്ടണമെങ്കിൽ ഈ കുന്തിപ്പുഴയുടെ വെള്ളം ഉപയോഗിച്ച് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അല്ലേ? ഈ പുഴയുടെ വെള്ളം നിലനിർത്തണമെങ്കിലും നമ്മുടെ ഈ പരിസരത്തുള്ള പച്ചപ്പ് നിലനിർത്തണമെങ്കിലും നമുക്ക് ഈ കാടുകൾ നിലനിർത്തിയേ പറ്റില്ല. കാടുകൾ കത്തുന്നത് നമ്മൾ തീ കെടുത്താൻ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരോട് ഞങ്ങളോടൊപ്പം നിങ്ങളുടെയും കൂടെ സഹകരണം വേണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. പ്രദേശത്തെ വിവിധ ക്ലബ്ബ് ഭാരവാഹികളെയും അംഗങ്ങളെയും പ്രദേശവാസികളെയും ഉൾപ്പെടുത്തി കാട്ടുതീ പ്രതിരോധ സേന രൂപീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം റഷീദ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ K. സുനിൽകുമാർ അധ്യക്ഷനായി. പൊതുപ്രവർത്തകനായ TK ഇപ്പു, വനസംരക്ഷണ സമിതി പ്രസിഡന്റ് മുഹമ്മദ് ഇല്യാസ്, ഗ്രേഡ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ M. ജഗദീഷ്, വനസംരക്ഷണ സമിതി സെക്രട്ടറി S. പ്രസാദ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ C. സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സ്ത്രീകൾക്കുള്ള 2 ദിവസത്തെ നേതൃത്വ പാഠവ പരിശീലനത്തിന് തുടക്കമായി. പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളുടെ ഭാരതത്തിലുള്ള 2 കഴിവുകൾ നടത്തിയത്. അപ്പോൾ ആ ഒരു സമീപനത്തിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. കേരളത്തിൽ അതിന് ഇനിയും അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ മുഴുവൻ നമ്മൾ സ്ത്രീ സമത്വമായി എന്നുള്ള ചിന്ത ഇല്ല. സ്ത്രീകളുടെ പദവി ഉയർത്തുക, നല്ല നേതൃത്വം വളർത്തിയെടുക്കൽ, വ്യക്തിത്വ വികസനം എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് 2 ദിവസത്തെ പരിശീലനം സംഘടിപ്പിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C. ഹരിദാസൻ അധ്യക്ഷനായി. മെമ്പർമാരായ ഗിരിജ, പ്രിയ, MK ദ്വാരകാനാഥൻ, MK പ്രദീപ്, K. കോയ, കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ V. പ്രമീളകുമാരി എന്നിവർ സംസാരിച്ചു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എഡ്യൂക്കേഷൻ ട്രെയിനർ K. നാഫിഹ് ക്ലാസ് എടുത്തു. അംഗൻവാടി ടീച്ചർമാർ, ആശാ വർക്കർമാർ, CDS മെമ്പർമാർ, സാമൂഹിക പ്രവർത്തകരായ വനിതകൾ എന്നിവർ പങ്കെടുത്തു. പരിശീലനം ഞായറാഴ്ച സമാപിക്കും. റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് ശ്രീകൃഷ്ണപുരം TKD സ്മാരക പൊതുജന വായനശാലയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പാലവേരി അംഗങ്ങളെ അനുമോദിച്ചു. വായനശാല ഹാളിൽ വെച്ച് നടന്ന പരിപാടി അരിയൂർ സ്കൂൾ റിട്ടയർഡ് HM EN ശശി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് K. രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. C. ജാമി, K. വിദ്യാധരൻ, ബാലസുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു. വായന മരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു
അപ്പോൾ സത്യമാണ്, വായന എന്ന് പറയുന്നത് ഒരു കേവലമായ വായനയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതും ഇതേപോലെ തന്നെയാണ്, പണ്ടുണ്ടായിരുന്ന പോലെയുള്ള. ചെർപ്പളശ്ശേരി പ്രസ് ഫോറം വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി ശാന്തകുമാർ വെള്ളാലത്തിനെയും സെക്രട്ടറിയായി ഉനൈസ് മാരായമംഗലത്തിനെയും ട്രഷററായി മുഹമ്മദ് നൌഫലിനെയും തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റുമാരായി KP ജയചന്ദ്രൻ, നിഖിൽ ദേവരാജ്, ജോയിന്റ് സെക്രട്ടറിമാരായി KT പ്രദീപ്, ഹനീഫ കണ്ണേരി എന്നിവരെയും തെരഞ്ഞെടുത്തു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. പലസ്തീൻ ജനത അനുഭവിക്കുന്ന ദുരിത ജീവിതത്തിൻ്റെ നൃത്താവിഷ്കാരം അവതരിപ്പിച്ച് കയ്യടി നേടി വിദ്യാർത്ഥികൾ. പൊട്ടച്ചിറ MTI സെൻട്രൽ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ യുദ്ധവിരുദ്ധ സന്ദേശം നൃത്തരൂപത്തിൽ അവതരിപ്പിച്ചത്. യുദ്ധത്തിൽ മകനെ നഷ്ടപ്പെട്ട ഒരമ്മയുടെ വേദനയാണ് വിദ്യാർത്ഥികൾ സ്കൂൾ വാർഷിക വേദിയിൽ നൃത്തരൂപത്തിൽ അവതരിപ്പിച്ച് കയ്യടി നേടിയത്. ഏതാഘോഷവേളയിലും ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ദുരിതമനുഭവിക്കുന്ന പാലസ്തീൻ ജനതയെ മറന്നുപോകരുതെന്ന സന്ദേശം കൂടി നൽകിക്കൊണ്ടായിരുന്നു വേദിയിൽ നൃത്തം അരങ്ങേറിയത്. MTI സെൻട്രൽ സ്കൂൾ 31ാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്ന ആനുവൽ ഡേ സെലിബ്രേഷനിലാണ് വിദ്യാർത്ഥികൾ വ്യത്യസ്തമായ ആശയവുമായി കാഴ്ചക്കാരുടെ കയ്യടി നേടിയത്. യുദ്ധവിരുദ്ധ സന്ദേശത്തിനു പുറമെ ലഹരിക്കെതിരെയായുള്ള ബോധവൽക്കരണവും നൃത്തത്തിലൂടെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു.
2 ദിവസങ്ങളിലായാണ് MTI സെൻട്രൽ സ്കൂൾ വാർഷിക പരിപാടികൾ വർണ്ണാഭമായി നടന്നത്. ஒரு 2-3 லைன் கொஞ்சம் வேற மாதிரி ட்ரை பண்ணலாம். ആദ്യ ദിവസം നടന്ന KG ഫെസ്റ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. അജേഷ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മാറ്റാംതടം അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ P. ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 2ാം ദിനമായ വെള്ളിയാഴ്ച സ്കൂൾ ആനുവൽ ഡേ സെലിബ്രേഷൻ P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വർക്കിംഗ് ചെയർമാൻ CAMA കരീം അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ജനറൽ സെക്രട്ടറി മരക്കാർ മാരായമംഗലം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. സ്കൂൾ സെക്രട്ടറി K. അബൂബക്കർ, വൈസ് ചെയർമാൻ സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ, വാർഡ് മെമ്പർ മാടാല മുഹമ്മദ് അലി, MPTA പ്രസിഡന്റ് ഷെഹല MT തുടങ്ങിയവരും ട്രസ്റ്റ് ഭാരവാഹികളും സഹോദയ പ്രതിനിധികളും അധ്യാപകരും നാട്ടുകാരും പരിപാടികളിൽ പങ്കെടുത്തു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഡിജിറ്റൽ ഫെസ്റ്റും പുരാവസ്തു പ്രദർശനവും നടന്നു. പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ആദരിച്ചു. അമ്പലപ്പാറ മേലൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ജനുവരി 20 മുതൽ 26 വരെ നടന്നുവന്ന പ്രതിഷ്ഠാദിനവും തൈപ്പൂയ മഹോത്സവവും സമാപിച്ചു. തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് രഥം എഴുന്നള്ളിപ്പും ഉണ്ടായി. ജനുവരി 20 മുതൽ 26 കൂടിയാണ് മേലൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും തൈപ്പൂയ മഹോത്സവവും നടന്നത്. 20-ന് കൊടിയേറ്റം നടന്നു. 21-ന് ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാദിന പൂജകളും കലശാഭിഷേകങ്ങളും നടന്നു. 26-ന് നടന്ന തൈപ്പൂയ മഹോത്സവം ഭക്തി നിർഭരമായി. രാവിലെ അറവക്കാട് രാമകൃഷ്ണൻ ആൻഡ് പാർട്ടി അവതരിപ്പിച്ച തായമ്പക അരങ്ങേറി. വൈകിട്ട് രഥം എഴുന്നള്ളിപ്പ് ഗ്രാമപ്രദക്ഷിണം നടത്തി ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. തുടർന്ന് രാത്രി ഭക്തിഗാനസുധയും അരങ്ങേറി. 7 ദിവസവും ക്ഷേത്രത്തിൽ അന്നദാനവും വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഷൊർണൂർ കാരക്കാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ അഭിഷേകം, കാവടി പൂജ, നവകം, പഞ്ചഗവ്യം, പ്രസാദകൂട്ട എന്നിവ ഉണ്ടായി. വൈകിട്ട് നാദസ്വരം, രാത്രി ബാലെ, അവിൽ പ്രസാദ വിതരണം എന്നിവയും നടന്നു. തന്ത്രി ശങ്കര നാരായണനുണ്ണി നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശ്രീകൃഷ്ണൻ യൂണിറ്റ് സെക്രട്ടറിയും കോൺഗ്രസ് മണ്ഡലം ഭാരവാഹിയുമായിരുന്ന AP മണികണ്ഠന്റെ നിര്യാണത്തിൽ ചന്തപുരയിൽ അനുശോചന യോഗവും മൗനജാഥയും നടത്തി. കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിലാണ് മണികണ്ഠൻ മരിച്ചത്. സമിതി യൂണിറ്റ് പ്രസിഡന്റ് KL ബേബി അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം നിയോജക മണ്ഡലം പ്രസിഡന്റ് O. അരവിന്ദൻ, CPM ലോക്കൽ സെക്രട്ടറി B. രാജേഷ്, കോൺഗ്രസ് നേതാവ് മണികണ്ഠൻ പാലാങ്കുഴി, ബേബി, K. കോയ, MK ദ്വാരകാനാഥൻ, ശ്രീകുമാർ, സിറിൽ ബേബി, നരേന്ദ്രൻ, പുനത്തിൽ ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടുകാരെന്ന നിലയ്ക്കും അതുപോലെ വളരെ അടുത്തത്തോടുകൂടി
എല്ലാ ആളുകളോടും നന്നായി പെരുമാറുന്ന ഒരാളായിരുന്നു ശ്രീ മണികണ്ഠൻ. അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മുടെ ശ്രീകൃഷ്ണത്തിനാകെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒറ്റപ്പാലത്ത് ചന്ദനവേട്ട. 270 കിലോ ചന്ദനവുമായി പെരുമ്പാവൂർ സ്വദേശികളായ 2 പേർ വനം വകുപ്പിന്റെ പിടിയിൽ. തിരുവാളിയോടെ സെക്ഷൻ പരിധിയിൽ നിന്നും കടത്തിയ ചന്ദനത്തടികളാണ് രഹസ്യ വിവരത്തെ തുടർന്ന് പിടികൂടിയത്. മണ്ണാർക്കാട് CVR ആശുപത്രി നിക്ഷേപ തട്ടിപ്പ്. പണം നഷ്ടമായവരിൽ മകളുടെ വിവാഹ ആവശ്യത്തിനായി നിക്ഷേപം നടത്തിയവരും. കുമരമ്പത്തൂർ സ്വദേശി വിൻസെന്റാണ് പണം നിക്ഷേപിച്ച തട്ടിപ്പിനിരയായത്. ഉടമയെ പലതവണ ബന്ധപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ലെന്നും വിൻസെന്റ്. മലയോര മേഖലയായ എടത്തനാട്ടുകരയിലേക്ക് കൂടുതൽ KSRTC ബസ്സുകൾ വേണമെന്ന ആവശ്യം ശക്തം. വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി. പാലക്കാട് ജില്ലാ അതിർത്തി കൂടിയായ എടത്തനാട്ടുകരക്കാർ അവശ്യ കാര്യങ്ങൾക്ക് പോലും നേരിടുന്നത് വലിയ യാത്രാക്ലേശം. വല്ലപ്പുഴയിൽ നിർധന കുടുംബങ്ങൾക്ക് വീടൊരുക്കാൻ മുന്നിട്ടിറങ്ങി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ചെറുകോട് കൂട്ടായ്മ 2 വീടുകൾ നിർമ്മിക്കും. വീടിന്റെ തറക്കല്ലിടൽ ഒറ്റപ്പാലം സബ് കളക്ടർ നിർവഹിച്ചു. വള്ളുവനാട് ഇനി ഉത്സവത്തിമിർപ്പിലേക്ക്. ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായുള്ള തോൽപ്പാവക്കൂത്തിന് ഞായറാഴ്ച തുടക്കമാകും. ശ്രീകൃഷ്ണപുരം, മണ്ണമ്പറ്റ, പുന്നാമ്പറമ്പ് പൂരം ഫെബ്രുവരി 2-ന്. ഉത്സവത്തിന് കൊടിയേറി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.